ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പേരയ്ക്കയുടെ ഗുണങ്ങളെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ കൂടി ഞാനിന്ന് പറയുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കേ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. പേരയ്ക്ക ഒരുപാട് ആരോഗ്യമുള്ളൊരു ഫലമാണ്. നല്ലൊരു പ്രോട്ടീനുള്ള ഒരു ഫലം. പല വിധത്തിലും നമുക്ക് നല്ല പ്രോട്ടീനുള്ള ഒരു ഫലമാണ്. അതിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു ഫലമാണ് പേരയ്ക്ക. അതുപോലെ ഓറഞ്ചിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനും അണുബാധകളെ തടയാനും അതായത് ചെറുക്കാനും സഹായിക്കും. ഏറ്റവും നല്ലൊരിതാണ് പ്രതിരോധശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ പേരയ്ക്ക കഴിക്കുന്നതാണ്. പേരയുടെ ഇലയുടെ കൂമ്പ് നമ്മൾ ഗ്യാസിന് ഏറ്റവും നല്ലതാണ്. കടിച്ച് ചവച്ച് തിന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പേരയുടെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ്. വയറിനൊക്കെ നല്ലതാണ്. ഷുഗറിനൊക്കെ നിയന്ത്രിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ദഹനത്തിനും പേരയ്ക്കയിൽ പേരയ്ക്ക കഴിഞ്ഞ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ദഹനത്തെ നന്നായിട്ട് സഹായിക്കും. നല്ല ആരോഗ്യമുള്ളതാക്കാനും മലബന്ധം തടയാനും ഒക്കെ ഏറ്റവും സഹായിക്കും. പേരയ്ക്കയൊക്കെ തിന്നു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ല ഇതുണ്ടാവും. നല്ല ഈ കൃമിയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ പേരയ്ക്ക തിന്നാൻ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഇതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതിന് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്, നല്ലൊരു ഇതാണ്. പിന്നെയുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കാൻ നല്ല ഒരു ഇതുണ്ട്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കാനും കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചീത്ത കൊളസ്ട്രോളുകൾ കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഈ ഇല ആണെങ്കിലും തട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കൊളസ്ട്രോളിന് നല്ലതാണ്, പ്രമേഹത്തിന് നല്ലതാണ്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, രക്തസമ്മർദ്ദമൊക്കെ പ്രഷറിൻ്റെ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കെ നല്ലതാണ്. പേരയുടെ ഇല, പേരയുടെ കൂമ്പ്, എല്ലാവരും കൂമ്പിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ്. ഗ്യാസിനൊക്കെ ഞാനൊക്കെ കഴിക്കാറുണ്ട്, അത് നല്ലതാണ്. അതിൽ ശരീരഭാരം കുറയ്ക്കാനും നല്ലതാണെന്ന് ഒരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അതിൽ കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും ഉള്ളതിനാൽ പേരയ്ക്ക ശരീരഭാരം ഭാരം കുറയ്ക്കാൻ, ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഈ പേരയ്ക്ക കഴിക്കുന്നത് കൊണ്ട്. കാഴ്ചശക്തിക്കും നല്ലതാണ്. പേരയ്ക്കയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അത് കാരണം കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചർമ്മ സൗന്ദര്യത്തിനും പേരയ്ക്കയിലെ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കി ചെറുപ്പം നിലനിർത്തും എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ശരീരത്തിന് നല്ലതാണ് പേരയ്ക്ക കഴിക്കുന്നതുകൊണ്ട് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഗുണമുള്ള ഒരു ഫലമാണ് പേരയ്ക്ക. ഈ പേരയ്ക്ക അതുകൊണ്ട് തന്നെ ഈ പേരയ്ക്കയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. സൂപ്പർ ഫ്രൂട്ടി ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നല്ല സൂപ്പർ ഫ്രൂട്ടി ആയിട്ടാണ് ഈ പേരയ്ക്ക കണക്കാക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, പിന്നെ കലോറിയും ഉയർന്ന നാരുകളുള്ളതുകൊണ്ട് ശരീരഭാരത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ചർമ്മ സൗന്ദര്യത്തിന് നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. ഗ്യാസിന് നല്ലതാണ്. കൃമിയുടെ ശല്യത്തിന് പേരയ്ക്ക തിന്നത് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഞാനൊക്കെ കൊച്ചിലെ എൻ്റെ അമ്മ പറഞ്ഞു ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. പേരയ്ക്ക തിന്ന കൃമി ശല്യത്തിന് നല്ലതാണെന്നും പറഞ്ഞു ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആണ് പേരയ്ക്ക. അപ്പോൾ എല്ലാവരും പേരയ്ക്ക കിട്ടിയാൽ കളയാതെ കഴിക്കുക. പിന്നെ വവ്വാല് കുത്തിയതും
നിലത്ത് ചാടി കിടക്കുന്ന പേരയ്ക്കൊന്നും അധികം കഴിക്കാനാണ് വരുത്തരുത്. നമ്മൾ പറിച്ചെടുക്കുന്ന നല്ല പേരയ്ക്ക തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് വരവ് ഇതാണ്. നമ്മുടെ നാടൻ പേരയ്ക്ക കിട്ടുവാണെങ്കിലാണ് ഏറ്റവും ഗുണം, അതിനാണ് ഗുണം കൂടുതലുള്ളത്. എല്ലാവരും പേരയ്ക്ക കിട്ടുവാണെങ്കിൽ കളയാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ലൊരു ഫ്രൂട്ടി ആണ്, നല്ല ഫ്രൂട്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.